ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നു. 4 ദിവസമായി മാലിന്യ കൂമ്പാരം പുകയുകയാണ്. പുക അണയ്ക്കാൻ 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ 24 മണിക്കൂറും പ്ലാന്റിൽ തുടർന്നിരുന്നു. ഇതിനിടെയാണ് തീ വ്യാപിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എബിൻ ജോസ് വിശദാംശങ്ങളുമായി. എബിൻ, ഇതിനു മുൻപുണ്ടായിട്ടുള്ള തീപിടുത്തങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തതാണ്. ഇതിപ്പോൾ 4 ദിവസമായി ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരം പുകയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നാണോ, അത് തീ അണയ്ക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു എന്നാണോ? പക്ഷേ ആ സമയം കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഗൗരവത്തിൽ കാണേണ്ടതാണ്? അനുജ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗുരുതരമായ ഒരു സാഹചര്യമല്ല ബ്രഹ്മപുരത്തുള്ളത്. നിലവിൽ പുകഞ്ഞുകൊണ്ടിരുന്ന തീ അണച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച തീപടലം എല്ലാം തന്നെ കെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ നീക്കി നനച്ച് തീ കെടുത്താനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ ഗുരുതരമായ ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്. ശരി, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. തരം തിരിക്കാതെ ഇട്ടിരുന്ന മാലിന്യത്തിനാണ് തീ പിടിച്ചത്. എന്നാൽ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് എബിൻ ജോസ് നൽകിയത്.